എസ് മഹേഷ് കുമാർ സാറുടെ ആമുഖമായി പറഞ്ഞ ഒരുപാട് കാര്യങ്ങളും ഒപ്പം ഈ മേഖലയെ കൂടുതൽ അടുത്തറിയുന്നവർക്ക് ഇതിനെ സംബന്ധിച്ച് വിശദമായി തന്നെ പറയാൻ സാധിക്കും. ഇനി ഒരു പണിമുടക്ക് പ്രായോഗികമല്ലാത്തൊരു സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധിയിലേക്ക് വീണ്ടും തൊഴിലാളികൾ പോകുമെന്നുള്ളതുകൊണ്ടാണ് തിരുവനന്തപുരത്തും കോഴിക്കോടും സമരം നടത്തി അത് പിൻവലിച്ചത്. പക്ഷേ വരും ദിവസങ്ങളിൽ 15 ആവശ്യങ്ങൾ, പ്രധാനപ്പെട്ട 13 ആവശ്യങ്ങളടക്കം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതിന് പരിഹാരമായില്ലെങ്കിൽ മറ്റ് ജില്ലകളിലേക്ക് കൂടി സമരം വ്യാപിപ്പിക്കുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഈ സംയുക്ത സമരസമിതിയെ സംബന്ധിച്ച് എന്താണ് ഈ വിഷയത്തിൽ ആദ്യം പറയാനുള്ളത്? നമസ്കാരം ലക്ഷ്മി. തീർച്ചയായും ഞങ്ങൾ ഈ പണിമുടക്ക് പ്രഖ്യാപിക്കുന്നത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലല്ല. ഞങ്ങൾ നിരവധി തവണ ഈ വിഷയത്തിൽ സമരം നടത്തിയതാണ്. പക്ഷേ ഇന്ന് നിങ്ങളോടൊരു നന്ദി പറയാനുള്ളത്, ഈ വിഷയം നിങ്ങൾ ചർച്ചയ്ക്കെടുത്തതിൽ മുഴുവൻ തൊഴിലാളികൾക്കും വേണ്ടി സംയുക്ത സമരസമിതിയുടെ പേരിൽ നന്ദി അറിയിക്കുകയാണ്. കാരണം മാധ്യമങ്ങൾ ഇത് ഞങ്ങളുടെ വിഷയങ്ങൾ പൊതുസമൂഹത്തിന് മുന്നിൽ ഇതുവരെ കൊണ്ടുവന്നില്ലായിരുന്നു. അതിന് ഞങ്ങളുടെ സമരം വേണ്ടി വന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ഞങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, തൊഴിലാളികൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ എന്താണെന്ന് ഇപ്പോൾ നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാകും. ഇവിടെ അനിൽകുമാർ സാർ പറഞ്ഞതുപോലെ 2018 സ്വിഗ്ഗി കേരളത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്. ആദ്യം എറണാകുളത്തും 2 മാസത്തിന് ശേഷം തിരുവനന്തപുരത്തും അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചു. അന്ന് എത്രയായിരുന്നോ സ്വിഗ്ഗി നൽകിയിരുന്ന വേതനം, അതായത് 1 കിലോമീറ്ററിന് 5 രൂപ എന്നുള്ള വേതനം, അതേ വേതനത്തിൽ തന്നെയാണ് ഇന്നും തൊഴിലാളി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ പ്രശ്നവും. ഈ മേഖലയിൽ പണിയെടുക്കുന്നവർക്ക് കാലാകാലങ്ങളിൽ ഉണ്ടാകേണ്ട ശമ്പള പരിഷ്കരണം, വേതന വർധനവ് ഇതുവരെയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണൊരു യാഥാർത്ഥ്യം. 2018 ജീവിത ചിലവുകളല്ല ഇന്ന് ഈ 2024 പെട്രോളിൻ്റെ ഉൾപ്പെടെയുള്ള വില വർധനവ് ഞാൻ പറയാതെ തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. അപ്പോൾ ആ സാഹചര്യത്തിൽ ഈ ഒരു റേറ്റ് കാർഡിൽ തൊഴിലാളി പണിയെടുക്കുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ 2 മാസങ്ങൾക്ക് മുന്നെയാണ് ഇങ്ങനൊരാശയം ഞങ്ങൾ എടുത്തത്. കാരണം ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന തൊഴിലാളികൾ സംഘടിതരല്ല, അസംഘടിതരാണ്. അപ്പോൾ അവരെ സംഘടിതരാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വിവിധ തൊഴിലാളി യൂണിയനുകൾ ഈ മേഖലയിൽ പണിയെടുക്കുന്നവർ അതിൻ്റെ ഭാഗമായിക്കൊണ്ട് ആ യൂണിയനുകളുടെ നേതൃത്വത്തിൽ സംയുക്ത സമരസമിതി രൂപീകരിച്ചിട്ടാണ് സമരത്തിലേക്ക് പോകണമെന്ന ഒരാശയം തീരുമാനിച്ചത്. അതിൻ്റെ ഭാഗമായി ലേബർ കമ്മീഷണർക്കും സ്വിഗ്ഗി മാനേജ്മെൻറ്റിനും 1 മാസം മുന്നേ തന്നെ ഞങ്ങൾ ഈ 13 ഡിമാൻഡുകൾ നൽകിയിരുന്നു. 1 മാസം മുന്നേ തന്നെ നൽകിയിരുന്നു. അതിനുശേഷം ഡിസംബർ 16 ഞങ്ങൾ പണിമുടക്ക് പ്രഖ്യാപിച്ചു. ആ പണിമുടക്ക് പ്രഖ്യാപിക്കുമ്പോഴും അതിന് 3 ഘട്ടമായിട്ടാണ് ആ സമരം ഞങ്ങൾ ആലോചിച്ച് തീരുമാനിച്ച് നടപ്പിലാക്കിയത്. ആദ്യത്തെ ഘട്ടമെന്ന് പറയുന്നത് ഡിസംബർ 6 ലേബർ കമ്മീഷൻ ഓഫീസിലേക്ക് ഞങ്ങൾ മാർച്ച് നടത്തി. ലേബർ കമ്മീഷൻ ഓഫീസിലേക്ക് എന്തിനു മാർച്ച് നടത്തിയെന്ന് നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം. അത് ചോദിക്കാവുന്നവർക്കുള്ള മറുപടി എന്ന് പറയുന്നത്, ലേബർ കമ്മീഷൻ ഇതിൽ വ്യക്തമായിട്ടുള്ള ഒരു ഇടപെടലുകൾ നടത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിരവധി ചർച്ചകൾ ലേബർ കമ്മീഷന് മുന്നിൽ സ്വിഗ്ഗി മാനേജ്മെൻറ്റുമായി നടത്തി. ഏറ്റവും ഒടുവിൽ 2022 ലേബർ സെക്രട്ടറി വാസുകി IAS മേഡത്തിൻ്റെ സാന്നിധ്യത്തിൽ നടത്തിയ ചർച്ചയിൽ മാനേജ്മെൻറ്റ് ഒരു എഗ്രിമെൻറ്റ് തയ്യാറാക്കിയിരുന്നു. ആ എഗ്രിമെൻറ്റ് പോലും നടപ്പിലായില്ല. ആ എഗ്രിമെൻറ്റിൽ വച്ചിരുന്ന നിബന്ധനകൾ പോലും ഒന്നുപോലും മാനേജ്മെൻറ്റ് നടപ്പിലാക്കാൻ തയ്യാറാകാതെ ആ എഗ്രിമെൻറ്റ് വയലേറ്റ് ചെയ്യുന്ന സാഹചര്യമാണുള്ളത്. അതിൽ 1 രൂപയാണ് വർദ്ധിപ്പിക്കാൻ മാനേജ്മെൻറ്റ് തയ്യാറായത്. ഞങ്ങൾ അന്ന് ആ 1 രൂപയെങ്കിൽ 1 രൂപ ആ വർധന ഉണ്ടാകണമെന്ന ആഗ്രഹത്തിൽ അന്നും ഇതേപോലെ പണിമുടക്ക് പ്രഖ്യാപിച്ചപ്പോഴാണ് ചർച്ചയ്ക്ക് വിളിച്ചത്. 7 ദിവസം നീണ്ടു നിന്ന പണിമുടക്കായിരുന്നു. ആ 7 ദിവസം നീണ്ടു നിന്ന പണിമുടക്കിനെ തുടർന്നാണ് ചർച്ചയ്ക്ക് വിളിച്ച് 1 രൂപയാണ് അന്ന് വേതന വർധനവ് അവർ ആ എഗ്രിമെൻറ്റിൽ വെച്ചത്. അതുപോലും കൂട്ടുവാൻ അല്ലെങ്കിൽ നടപ്പിലാക്കുവാൻ മാനേജ്മെൻറ്റ് തയ്യാറായില്ല. അതുകൊണ്ടാണ് ആദ്യഘട്ടം ലേബർ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തി ഞങ്ങൾ സമര നോട്ടീസ് നൽകിയതും. അതിനുശേഷം 2ാം ഘട്ടമെന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരം പട്ടത്തുള്ള സ്വിഗ്ഗിയുടെ ഓഫീസിലേക്ക് ഡിസംബർ 11 മാർച്ച് നടത്തി അവർക്കും സമര നോട്ടീസ് നൽകി.